കാഴ്ചയുടെ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് ഇതിനു മുമ്പും പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഈ കൺകാണിത്തറയുടെ കഠിന പരീക്ഷ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അടുത്ത ഊഴം നിന്റേതാകും. കൺകാണിത്തറയിൽ നീ അറിയുന്ന ഒരാളെ കയറ്റി നിർത്തും. ശബ്ദം കൊണ്ടോ ഗന്ധം കൊണ്ടോ സ്പർശം കൊണ്ടോ അറിയാതെ കണ്ണുകൊണ്ട് കണ്ട് അതാരാണെന്ന് പറയണം. അത് സത്യമായാൽ നീ സത്യമാണ്. ഞങ്ങൾ അംഗീകരിക്കും. നാദമണി 3 മുട്ടുന്നതിന് മുമ്പ് അത് പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞങ്ങൾക്ക് നീ വെറും ഒരു അവിശ്വാസി. എന്റെ മുന്നിൽ ഒരു മതിലാണ്. അതിന്റെ മറവ് കൊണ്ട് എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. മറവ് എന്താണത്? കാഴ്ചയുള്ളവരുടെ ലോകത്ത് മതങ്ങളുടെ മതിൽക്കെട്ടുകൾ ഈശ്വരനെ മറയ്ക്കുന്നത് പോലെ കാഴ്ചയില്ലാത്ത നിങ്ങളുടെ ലോകത്ത് ഈ മതിൽക്കെട്ട് സത്യത്തിൽ നിന്ന് എന്നെ മറയ്ക്കുന്നു. സേനാധിപ, ഇല്ലാത്ത മറവിനെ കുറിച്ച് പറയുന്ന ഇവന്റെ നാവ് പിഴുതെറിയും. വിജയന്ത മഹാരാജാവേ, കാഴ്ച എന്തെന്നറിയാത്ത അങ്ങയോട് മതിലിന്റെ മറവിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? കാഴ്ചയുടെ മഹത്വം പാടി പണ്ട് ഈ താഴ്വരയിലെത്തിയ മഹാത്മാക്കൾക്ക് അന്ധരായ നിങ്ങൾ നൽകിയ ശിക്ഷ എനിക്കും തന്നുകൊള്ളൂ. പക്ഷേ ഒന്നുണ്ട്, ത്യാഗത്തിന്റെ കയ്പ് നീർ കുടിച്ച് പൗർണമി വ്രതം നോറ്റ് കണ്ണു തുറക്കാൻ കാത്തുകിടക്കുന്ന ഒരു തലമുറയെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അവരൊന്ന് ഉണരട്ടെ. ഉണർന്നെഴുന്നേറ്റ് അവർ ഈ താഴ്വരയിലെ ഗോത്രങ്ങളുടെ മതിൽക്കെട്ടുകൾ ഇടിച്ചു നിരത്തും. കൊട്ടാരത്തിലേക്ക് ഇരമ്പി വരുന്നു. പുറത്ത് കേൾക്കുന്നത് കാഴ്ച കിട്ടിയ ഒരു പുതിയ തലമുറയുടെ ആരവമാണ്. ആ കൊടുങ്കാറ്റിന്റെ കരുത്തിൽ തലമുറകളായി ആവർത്തിച്ചു വന്ന പഴയ വിശ്വാസങ്ങൾ തകിടം മറിയും. വിജയന്ത മഹാരാജാവേ, ഞങ്ങളുടെ രഘുരാമനെ വിട്ടുതരൂ. അങ്ങയുടെ പടയാളികളുടെ ആയുധങ്ങളും കൊട്ടാരത്തിന്റെ കവാടങ്ങളും
അവരുടെ കാഴ്ചയ്ക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വരും. മഹാരാജാവേ, ഇനിയെങ്കിലും അങ്ങനെ വിശ്വസിക്കൂ. അങ്ങ് അനുവദിച്ചാൽ ഞാൻ അവരെ തടഞ്ഞു നിർത്താം. കാഴ്ചയുടെ മഹത്വം ഞാൻ അങ്ങേക്ക് തെളിയിച്ചു തരാം. മന്ത്രി മുഖ്യ, വിലങ്ങഴിച്ചവനെ കവാടത്തിലെത്തിക്കൂ. അരുത്! അരുത്! കല്ലെറിയരുത്! അരുത്! ഞാനാണ് രഘുരാമൻ! ഞാനാണ് രഘുരാമൻ! ഞാനാണ് രഘുരാമൻ! നിങ്ങളുടെ കണ്ണുകളിൽ വെളിച്ചമെത്തിക്കാൻ ഈശ്വരൻ നിയോഗിച്ചവൻ. അങ്ങയെ പീഡിപ്പിച്ച രാജാവിനെ ഞങ്ങൾക്ക് വിട്ടുതരൂ. നിൽക്കൂ. രാജാവും നിങ്ങളെപ്പോലെ നിരപരാധിയാണ്. കാലാകാലങ്ങളിലായി ആവർത്തിച്ചു വന്ന തെറ്റുകളിലൂടെ സ്വയം തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ ജനതയുടെ രാജാവ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് കിട്ടിയ പുതിയ അറിവിന്റെ വെളിച്ചം നിങ്ങൾ തന്നെ നിറയ്ക്കണം. അരുത്, അടുക്കരുത്. അന്ധതയുടെ മറവിൽ ദുഷ്ടനായി ഈ രാജാവ് ദുർഭരണം നടത്തുകയായിരുന്നു. നീ തന്ന കണ്ണുകളിലൂടെ സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. മാറാൻ ഞങ്ങൾക്ക് വേണ്ടത് ഈ രാജാവിന്റെ രക്തമാണ്. ഈ കൊലവെറി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ച തന്ന എന്റെ ഈ കണ്ണുകൾ ഞാൻ കുത്തിപ്പൊട്ടിക്കും. രഘുരാമ, നിങ്ങളും ഞാനും ഈ രാജാവുമെല്ലാം യുഗയുഗാന്തരങ്ങളായി ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട മാനവരാശിയുടെ പ്രതീകങ്ങൾ മാത്രമാണ്. പുറത്തു കടന്നവർ കാത്തു നിൽക്കുന്നു. പോകുന്നില്ലേ? ഇലാമാപ്പഴങ്ങൾ ആരാധനാദോഷങ്ങളാണ്. ഈ ലോകം അന്ധമാണ്. ദൈവമേ, എനിക്ക് ആരെയും കൊല്ലണ്ട. എനിക്ക് ആരോടും പകയില്ല. എനിക്ക് അവരെ തടയണം. ഇത് ഗുരുകാര്യം.